ഇനി ജനങ്ങൾക്ക് നേരെ വരുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് രാവും പകലുമില്ലാതെ പരാതിയുമായി ചെല്ലാം. പറഞ്ഞു വരുന്നത് പുതിയ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവിനെ കുറിച്ചാണ്. ജനങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും അതിക്രമങ്ങൾ ദിനംപ്രതി കൂടി വരികയാണ്. ഈ സമയം അക്രമം നേരിട്ട ആളുകൾ പരാതി നൽകാൻ ഏതു സമയവും ഓടിച്ചെല്ലുക അടുത്തു കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. മറ്റൊന്നും ചിന്തിക്കാതെ പരാതി നൽകാനെത്തുന്ന ഇവരോട് ഇത് തങ്ങളുടെ പരിധിയിൽപ്പെട്ട സ്ഥലമല്ലെന്നും നിങ്ങളുടെ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലൂ എന്നും പറഞ്ഞ് മടക്കി അയക്കുന്നത് പരാതിക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എത്ര കേണ അപേക്ഷിച്ചാലും ഇക്കാര്യത്തിൽ പോലീസ് ഉറച്ച നിലപാടെടുക്കുന്നത് പരാതിക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നാൽ ഈ നിയമം മാറ്റിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. പരാതിക്കാരുടെ പ്രശ്നങ്ങൾ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും കണ്ടുകൊണ്ട് അത്തരം പരാതികൾ താമസമില്ലാതെ പരാതിക്കാർക്ക് അടുത്തുള്ളതും എളുപ്പത്തിൽ എത്തുവാൻ കഴിയുന്നതുമായ പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കുന്നതിന് പ്രസ്തുത സംവിധാനം നിലവിൽ ഇല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ ഒരുക്കി ആ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഈ നിർദ്ദേശത്തിന് വഴിയൊരുക്കിയത്. മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കേലിന്റെ വാക്കുകളിലേക്ക്. കോഴിക്കോട് നഗരത്തില് നവദമ്പതികളെ അർദ്ധരാത്രി ഒരു സംഘം ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ അവര് കൺട്രോൾ റൂമിലും ട്രാഫിക് സ്റ്റേഷനിലും നടക്കാവ് പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങി നീതി തേടേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. പിറ്റേന്നാണ് പോലീസിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നമ്മുടെ സഹോദരിമാര്, കുട്ടികള്, വയോജനങ്ങള് ഇവർക്കൊരു ഇൻസിഡന്റ് നേരിട്ട സമയത്ത് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകാൻ, അത് സ്വീകരിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്ന് കാണിച്ചാണ് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത്. കമ്മീഷൻ ബഹുമാനപ്പെട്ട DGPക്കും മറ്റും നിർദ്ദേശം നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ കാണത്തക്ക വിധത്തിൽ അവർ അറിയുന്ന തക്കത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവ് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഉത്തരവ് നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിൽ ഇത്തരം ആപത്തുഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ഒരു വലിയ സഹായം തന്നെയാണ് ഈ പുതിയ നിർദ്ദേശം.